ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നതിനും ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല, ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. മല്ലി വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നിവയുൾപ്പെടെയുള്ള നിരവധി അവശ്യ പോഷകങ്ങൾ മല്ലിയിൽ അടങ്ങിയിരിക്കുന്നു. നമ്മൾ ദൈനംദിന ഭക്ഷണത്തിൽ മല്ലി ഉൾപ്പെടുത്താറുണ്ട് അല്ലേ? മല്ലി ഉപയോഗിക്കുന്നത് പോലെ തന്നെ മല്ലി വെള്ളത്തിനുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ. മല്ലി വെള്ളം പതിവായി കുടിക്കുന്നത് മൂലം അമിതവണ്ണമുള്ളവരിൽ കൊഴുപ്പ് കുറച്ച് വണ്ണം കുറയ്ക്കുന്നതിനും കൂടാതെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. മല്ലിവെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിലൂടെ ശരീരത്തെ വിഷവിമുക്തമാക്കാൻ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കുന്നതിനും ശരീരത്തെ വിഷവിമുക്തമാക്കുന്നതിനും മല്ലിവെള്ളത്തിൽ നാരങ്ങ നീരും തേനും ചേർത്ത് നന്നായി യോജിപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ മതി. മല്ലി ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. മാത്രമല്ല, അതേസമയം മല്ലിയിൽ ധാരാളം ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട്. വെറും വയറ്റിൽ ഈ ഡീടോക്സ് വാട്ടർ കുടിക്കുന്നത് ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുകയും മുഖക്കുരു, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതുകൂടാതെ ഇതിലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെയും അലർജിയെയും പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇതുമാത്രമല്ല, വയറുവേദനയും വയറ്റിലെ മറ്റു അസ്വസ്ഥതകളും കുറച്ച് വയറിൻ്റെ ആരോഗ്യവും ദഹനപ്രക്രിയയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ഗ്യാസ്, അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാർഗമാണ് മല്ലിവെള്ളം കുടിക്കുന്നത്. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് മല്ലി. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ തന്നെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ അകറ്റി രോഗങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന മികച്ച പാനീയമാണ് മല്ലിവെള്ളം. നാച്ചുറൽ പ്രതിരോധ ശക്തി നൽകുന്ന ആൻറ്റിബയോട്ടിക്കാണ് മല്ലിവെള്ളം. അടുത്തത്, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് മല്ലിവെള്ളം. നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് മല്ലിയിട്ട വെള്ളം. ഇനി പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ ഏറെ നല്ലതാണ് ഈയൊരു പാനീയം. അടുത്തത്, തൈറോയിഡ് രോഗങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നല്ലൊരു പരിഹാരമാണ് മല്ലി. മല്ലിവെള്ളം കുടിക്കുന്നതും മല്ലി ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതുമെല്ലാം തൈറോയിഡിനെ ഏറെ ഗുണം ചെയ്യും. മല്ലിയിൽ അയൺ ധാരാളമുള്ളതിനാൽ വിളർച്ച പോലുള്ള രോഗങ്ങൾ തടഞ്ഞ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നതിന് വളരെ നല്ലതാണ്. കോൾഡ്, ഫ്ലൂ എന്നിവയ്ക്കുള്ള നല്ലൊരു ആൻറ്റിബയോട്ടിക് കൂടിയാണ് മല്ലി. മല്ലിയിലെ വൈറ്റമിൻ സി ആണ് ഇമ്മ്യൂണിറ്റി കൂട്ടാനും കോൾഡ്, ഫ്ലൂ എന്നിവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നത്. ഇതുകൂടാതെ ലിവറിൻ്റെ ആരോഗ്യത്തിനും പ്രവർത്തനങ്ങൾക്കും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മല്ലി. ഇത് ദഹനരസങ്ങൾ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അണുബാധകൾ തടയാൻ വളരെ നല്ലതാണ് മല്ലി. ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. കോളറ, ടൈഫോയിഡ്, വയറിളക്കം തുടങ്ങിയ പല രോഗങ്ങൾ തടയുന്നതിനുള്ള നല്ലൊരു നാച്ചുറൽ പ്രതിവിധിയാണ് മല്ലി. അടുത്തത്, സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് മല്ലി. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് 6 ഗ്രാം മല്ലി 1/2 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിക്കുക. വെള്ളം പകുതിയാകുമ്പോൾ പഞ്ചസാര ചേർത്തിളക്കി ഇളം ചൂടോടെ കുടിക്കാവുന്നതാണ്. ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുപോലെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത്, മൗത്ത് അൾസർ തടയാൻ മല്ലിയിലെ പോഷകങ്ങൾ സഹായിക്കുന്നു. മൗത്ത് അൾസർ തടയുന്നതിന് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ഗാർഗിൾ ചെയ്യാം. ഈ 2 രീതിയും മൗത്ത് അൾസർ കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മല്ലി. മുഴുവൻ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം കണ്ണിലൊഴിച്ച് കഴുകുന്നത് ചെങ്കണ്ണ് പോലുള്ള രോഗങ്ങൾ കുറയുന്നതിന് നല്ലൊരു പ്രതിവിധിയാണ്. മല്ലിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇത്തരം രോഗങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് മല്ലി. ചർമ്മത്തിന് ഏറെ നല്ലതാണ് മല്ലി.
ചർമ്മത്തിലെ ടോക്സിനുകൾ നീക്കുന്നതിനാൽ ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാകും. മല്ലി അരച്ച് തേൻ ചേർത്ത് പുരട്ടുന്നത് അലർജിക്കും ചൊറിച്ചിലിനുമുള്ള നല്ലൊരു പരിഹാരമാണ്. എക്സീമ പോലുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നതിന് ഏറെ ഗുണകരമാണ് മല്ലി. ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകി ചുളിവുകൾ ഒഴിവാക്കുന്നതിനും മല്ലി ഏറെ സഹായകമാണ്. ഇനി മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മല്ലിയിലെ പോഷകങ്ങൾ സഹായിക്കും. മുഖക്കുരു, ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം, എണ്ണമയമുള്ള അല്ലെങ്കിൽ വരണ്ട ചർമ്മം, ബ്ലാക്ക് ഹെഡ്സ് എന്നിങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് മല്ലി. ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നതിനും മല്ലി നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഈ ഒരു റെമഡി തയ്യാറാക്കാൻ നമുക്കാവശ്യം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിക്ക് പകരം മല്ലിപ്പൊടി ഉപയോഗിക്കരുത്. ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് മുഴുവനായ മല്ലി തന്നെ ഉപയോഗിക്കാം. ഇനി ഈ മല്ലി ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കരുത്, ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ചെടുത്ത മല്ലി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഈ വെള്ളം രാത്രി മുഴുവനും ഇതുപോലെ വയ്ക്കണം. പിറ്റേന്ന് രാവിലെ ഈ വെള്ളം അരിച്ചെടുത്ത് വെറും വയറ്റിലോ അല്ലെങ്കിൽ ദിവസം മുഴുവനോ കുടിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി, 10 ഗ്രാം മല്ലി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുക. 10-15 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിലും അല്ലെങ്കിൽ ദിവസം മുഴുവനോ ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ എത്ര വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ദിവസവും ഈ വെള്ളം കുടിക്കുന്നത് ഷുഗർ, കൊളസ്ട്രോൾ, തടി കുറയ്ക്കുന്നതിനും ഹെയർ പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ് കുറയുന്നതിനും വളരെ നല്ലതാണ്. പിന്നെ ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർ ഈ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം ഡയറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ബീൻസ്, പീസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സാൽമൺ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ കറി രൂപത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വറുത്തതും മധുരപലഹാരങ്ങളും ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുക. ഫ്ലാക്സ് സീഡുകൾ, ചിയ സീഡുകൾ, സൂര്യകാന്തി വിത്തുകൾ, മത്തങ്ങയുടെ വിത്തുകളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കണം. നന്നായി ഉറങ്ങണം. അപ്പോൾ ഡയറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഹെൽത്തി റെസിപ്പിയും ഇൻഫോർമേഷനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.